നാഥൻ്റെ മടങ്ങി വരവ് വാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ ഈ വെളിപ്പാട് കേൾക്കാൻ കൊതിക്കുന്ന കോടിക്കണക്കിനില്ല, ചുരുക്കം ചില ആളുകളുണ്ട്. അവരാണ് വരവിലെടുക്കപ്പെടുന്നവർ. നിനക്ക് ഈ വചനം ഒരു പ്രസംഗമായിട്ട് തോന്നുന്നില്ലല്ലോ, ഇതൊരു വെളിപ്പാടായിട്ടും തോന്നുന്നില്ല. തോന്നാത്തതിനായി സ്തോത്രം. എന്നാൽ എൻ്റെ പിതാവ് ആകർഷിച്ചത്, കർത്താവ് എന്നേരം പറഞ്ഞു കൊടുത്തു. വായിച്ചേ, എന്നെ അയച്ച പിതാവ് പടപടാ വായിച്ചേ, ആകർഷിച്ചിട്ടല്ല. കർത്താവിൻ്റെ പ്രവചനം മുഴുവൻ ഏതാ? ഉയർപ്പുണ്ടാവും. ഞാൻ ഉയർപ്പിക്കും, ഞാനൊരു ലൈഫ് കൊടുക്കും. ഇവിടെ കൊണ്ടൊന്നും അവൻ തീർന്നു പോകത്തില്ല. അവൻ്റെ ഉയർപ്പിൻ്റെ റിസ്ക് ഞാൻ എടുക്കുക. അതെൻ്റെ റിസ്കാ. നീ പൊക്കോ, ധൈര്യമായിട്ട് പോയി ഉറങ്ങിക്കോ, നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചോളാം സമയമാകുമ്പോൾ. ഹല്ലേലൂയ. പിതാവ് ആകർഷിച്ചിട്ട് പുത്രനെ കണ്ടവർ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ വെളിപ്പാടിന്റെ ആഴങ്ങളിൽ സന്തോഷിക്കുന്നവർ, അവരെ ചേർക്കാനാ കർത്താവ് വരുന്നേ. ഹല്ലേലൂയ. ദൈവദാസന്മാർ പറഞ്ഞു, ഹല്ലേലൂയ, 95 പ്രവചനങ്ങളോളം കർത്താവിന്റെ വരവിന് മുമ്പ് നടക്കണം. അതിൽ 93 നിറവേറി. 2 പ്രവചനങ്ങളോടെ നിറവേറിയാൽ യേശു കർത്താവ് വരും. ഹല്ലേലൂയ. ഈ വാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്ത് ലോകത്തെ വിട്, ലോകത്തിന്റെ മോഹങ്ങളെ വിട്. ഇതുവരെ നീ കരുതിയിട്ടല്ലോ, ദൈവം നിനക്ക് വേണ്ടി കരുതിയില്ലേ, ഇനി മേലാലും അവർ കരുതും. അടുത്ത് പഴയ നിയമത്തിൻ്റെ കൊട്ടേഷൻ കർത്താവ് പറഞ്ഞു. ഇതേ മനുഷ്യൻ പറഞ്ഞ മനസ്സിലാകാത്ത കുറേ ആളുകളുണ്ട്. ദൈവത്തിൻ്റെ ഉപദേശം ദൈവത്താൽ ടീച്ച് ചെയ്യപ്പെടുന്നവർ, ദൈവത്താൽ പഠിക്കപ്പെടുന്നവന് നിത്യതയുടെ വെളിപ്പാടുണ്ടാകുമെന്ന് ഒറ്റ വാക്കി പറയാം. ആർ ഡയറക്റ്റ് കർത്താവിൽ നിന്ന് പഠിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? എസ്കറ്റോളജി, സോറ്റിയോളജി, ക്രിസ്റ്റോളജി, ഡിമിനോളജി, ആന്ത്രോപോളജി, ഹമാർട്ടിയോളജി അടിക്കുന്നവരാണോ? അവരൊക്കെ അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിതാവിനാൽ ടീച്ച് ചെയ്യപ്പെടുന്നവർ, ദൈവത്താൽ ടീച്ച് ചെയ്യപ്പെടുന്നവർ നിത്യതയുടെ വെളിപ്പാടുള്ളവരാ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാക്കുകളും വാക്സാമർത്ഥ്യവും, ഹല്ലേലൂയ, അതിൻ്റെ ഇളക്കവും ഓളവും നോക്കി നിൽക്കുന്നവർക്ക് ഈ വെളിപ്പാടിൽ സന്തോഷിക്കാൻ കഴിയില്ല. ഇത് ദൈവത്താൽ പഠിപ്പിക്കപ്പെടണം, ദൈവത്താൽ ഉപദേശിക്കപ്പെടണം, ദൈവത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കണം. അത്യുന്നതൻ പഠിപ്പിക്കുന്ന ക്ലാസ് കേൾക്കണം. അവൻ പഠിപ്പിക്കുന്നിടത്ത് പോയിരുന്നാൽ, ഹല്ലേലൂയ, അവൻ എടുക്കുന്ന ക്ലാസ്സിൽ ഇരുന്നാൽ, കർത്താവ് വിശദമായിട്ട് അതിനെ, ആ പഴയ നിയമത്തിലെ വാക്യത്തെ കർത്താവ് അങ്ങോട്ട് എടുത്തു പറയാ. പിതാവിനോട് കേട്ട് പഠിച്ചവർ. നിസ്സാര പാർട്ടികളാണോ നമ്മൾ? എല്ലാ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് ഇത് കൂടുതൽ ആളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ആൾ കുറവാ. ഇപ്പം പിടികിട്ടിയ ആൾ കുറഞ്ഞ എന്നാന്ന്. പ്രൈസ് ദി ലോർഡ്. വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ദൈവമക്കളെ, വളരെ കുറച്ച് പേരെ ഉണ്ടാവൂ. നിത്യജീവനിലേക്ക് പോകാൻ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിനാൽ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, മനോഹരമായ വാക്യം വായിച്ചേ. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം ഈ നിത്യജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരും. ഇവരെന്നാ കണ്ടിട്ടാ വിശ്വസിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നേ? അടയാളം കണ്ടിട്ട്. എന്നാൽ കർത്താവ് പറയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമക്കളെ? ഈ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ മിനിമം 25 വർഷം ന്യായപ്രമാണം പഠിച്ചവരാ. മുസ്ലിങ്ങൾ അങ്ങനല്ലേ? 25 വർഷം ന്യായപ്രമാണം പഠിക്കണം. ഇത്രയും വർഷം പഠിച്ചിട്ടും ഇവർക്ക് ഈ മർമ്മം പിടികിട്ടിയില്ല. അപ്പൊ ഇത് പിടികിട്ടിയ നമ്മൾ നിസ്സാര പാർട്ടികളാണോ? നമ്മുടെ കഴിവിന്റെ മിടുക്കൊണ്ടും കൊണ്ടല്ല, അത്യുന്നതനായ ദൈവത്തിന് അത്രമാത്രം നിന്നെ ബോധിച്ചിരിക്കുക. പിതാവാം ദൈവത്തിന് അത്രയ്ക്ക് ഇഷ്ടമാ. ഇനി എൻ്റെ ജീവിതം നിരാശയായി പോയെന്ന് പറയരുത്. ഇപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് കർത്താവ് ഒറ്റ വാക്കിലൂടെ പറയുന്നുണ്ട്. ഞാൻ തിന്നുന്ന അപ്പം കൊടുക്കുന്നവൻ എന്നിലും വസിക്കും, ഞാൻ അവനിലും വസിക്കും. നാം അവനിലും വസിക്കും, അവൻ നമ്മിലും വസിക്കും. അങ്ങനെയാണ് ഇപ്പൊ യേശു എവിടെ ഇരിക്കുന്നേ? യേശു ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? വേദപുസ്തകത്തിനകത്ത് പറയുന്നു, അവൻ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ അവനിലിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നേ? എന്നാ പറയാനൊരു മടി. വേദപുസ്തകത്തിൻ്റെ കൃത്യമായിട്ട് പച്ചക്ക് എഴുതി വെച്ചിട്ടില്ലേ? അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നെന്ന്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു.
എന്തുകൊണ്ടാണ് ദൈവമക്കളെ പഴം തിന്നാൽ ഈ ജീവൻ പോകാത്തെ? എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോകുകയില്ല? എൻ്റെ കൈ കിട്ടിയാൽ അങ്ങ് വരെ എത്തുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇത് നിത്യജീവനാന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ജീവൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയാകട്ടോ. ഹല്ലേലൂയ. ജീവൻ എന്ന് പറഞ്ഞ പൈസ അല്ല, ജീവൻ എന്ന് പറഞ്ഞ കാറല്ല, ജീവൻ എന്ന് പറഞ്ഞ സൗഖ്യമല്ല, ജീവൻ എന്ന് പറഞ്ഞ പ്രസംഗമല്ല, ജീവൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയാ. മരണം എന്ന് പറഞ്ഞ കൂട്ടായ്മ ഏറ്റുപോകുന്നതാ. ആദാം മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഏറ്റുപോയതാ. ആ ബന്ധം അറ്റുപോയിടത്ത് നിന്ന് ഈ ബന്ധത്തിലേക്ക് സ്വർഗം നിന്നെ മടക്കി കൊണ്ടുവന്നു. എന്താണ് ആ ബന്ധത്തിന്റെ ആഴം? അവൻ ഹല്ലേലൂയ, നാം അവനിലും അവൻ നമ്മിലും വസിക്കുക. നിങ്ങളുടെ ആദാമ്യ കുലത്തിൽ പറഞ്ഞ ഒരു പുള്ളി ഉണ്ടായിരുന്നു, നിങ്ങളുടെ അകത്തിരുന്ന പഴയ മനുഷ്യൻ. അവൻ മരിച്ചു. നിങ്ങൾ യേശുവിനോട് ഉയർത്തെഴുന്നേറ്റു. നിങ്ങളെ സ്വർഗത്തിലിരുത്തിയിരിക്കുക. കേവലം ഇവിടെ മാത്രം ഇരിക്കുന്നവരും ഇതിലെ മാത്രം നടക്കുന്നവരും അല്ല കേട്ടോ. നീ സ്വർഗത്തിലിരിക്കുക. ഏത് ആഭിചാരമാണ് നിന്നെ തൊടുന്നേ? ഏത് പിശാചാ നിന്നെ തോപ്പിക്കുന്നേ? ഈ ലോകത്തിന്റെ ഏത് ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റും? ഇന്ന് പകൽ ഈ വെളിപ്പാട് നിങ്ങൾക്ക് അതിന്റെ ആഴത്തിൽ മനസ്സിലായില്ലെങ്കിലും കണ്ണും പൂട്ടി ഒന്ന് വിശ്വസിച്ചേ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അവനിൽ ഇരിക്കുകയാണ്, അവനിൽ എന്നെ ഇരുത്തിയിരിക്കുക. അതാ യോഹന്നാൻ സുവിശേഷം 15 കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. നാം അവൻ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ യോഹന്നാൻ ലേഖനത്തിൽ കൊടുത്തു. പുള്ളിക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പുള്ളി അവിടെ പറഞ്ഞു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് നമുക്കറിയണ്ടേ? അതിനൊരു വഴിയുണ്ട്. അവൻ്റെ ആത്മാവിനെ കിട്ടിയതിനാൽ നാം അറിയുന്നു. അപ്പൊ ഇത് നിത്യജീവൻ ഉണ്ടോ എന്നുള്ളതിന് തെളിവ് ഒന്നെന്താ? ആത്മാവ്. ഒരു വാക്യം അത്. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നതിൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകും. എന്നിട്ട് പറയുക, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്തെടുക്കണം? ഞാൻ ഓർക്കുക, ഈ സഹോദരൻ എത്ര നല്ലതായിട്ട് ആരാധന ലീഡ് ചെയ്യും. നല്ല സൗണ്ട്, നല്ല അഭിഷേകമുള്ള സൗണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഇവിടെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. എന്താ ദൈവമക്കളെ കാരണം? ഒരു വ്യക്തിയുടെ അകത്ത് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അഭിഷേകം. 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നതാണല്ലോ ജീവൻ. ഇത് നമ്മളിൽ ഉണ്ടെന്ന് തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. യേശു പറഞ്ഞൊരു വാക്യമാ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു അവൻ പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ അകത്ത് ഈ ജീവനുള്ളത് അഭിഷേകത്തിലാണ് നീ അറിയുന്നത്. അഭിഷേകം നിന്റെ അകത്ത് ഇരിക്കുന്നതാണ് നിന്റെ അകത്ത് ജീവൻ ഉണ്ടെന്നുള്ളത് തെളിവ്. ഹല്ലേലൂയ. അഭിഷേകത്തിന് അളവ് വർദ്ധിച്ചാൽ ഈ ജീവനിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങും. അഭിഷേകത്തിൽ വർദ്ധിക്കാൻ എന്നെ ചെയ്യണം? വചനം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ഹല്ലേലൂയ. അടുത്തത് ഇവിടെ ആരാധന ലീഡ് ചെയ്യുമ്പോൾ, നിങ്ങളിവിടെ ഭാഷ പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ കേവലം ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ എത്രത്തോളം ദൈവത്തെ ആരാധിക്കുമോ അത്രത്തോളം നിങ്ങളുടെ അകത്ത് ജീവന്റെ അളവ് വർദ്ധിക്കുകയാണ്. ജീവന്റെ അളവ് വർദ്ധിച്ചാൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ നിങ്ങളിൽ നിന്ന് ജീവൻ പ്രവഹിക്കുവാൻ തുടങ്ങും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, ഇതിനകത്ത് ജീവന്റെ ഒരു പകർച്ചയുണ്ട്. ഇതിനകത്ത് ജീവന്റെ ഒരു പകർച്ചയുണ്ട്, അഭിഷേകത്തിന്റെ ഒരു പകർച്ചയുണ്ട്. ഹല്ലേലൂയ. കേവലം നാം ഇവിടെ മാത്രം ഇരിക്കുന്നവരല്ല ദൈവമക്കളെ, നാം സ്വർഗത്തിലും ഇരിക്കുകയാണ്. നാം അവനിലും അവൻ നമ്മിലും. ഇനി നമ്മളെവിടെ ഇരിക്കുക? ഈ ഭൂമി കൂടെ നടക്കുക അല്ലേ? അവൻ നമ്മളിലും ഇരുണ്ട്. പിടി കിട്ടിയോ? നീ ഒരു കാറിനകത്ത് കയറിയാൽ യേശു ആ കാറിനകത്തുണ്ട്. നീ ഒരു വീടിനകത്ത് കയറിയാൽ യേശു ആ വീടിനകത്തുണ്ട്. ഹല്ലേലൂയ. ഒരാളോട് സംസാരിക്കുവാൻ ഒരാൾക്ക് കൈ കൊടുത്താൽ, ഹല്ലേലൂയ, ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ, ഹല്ലേലൂയ, നീ കീബോർഡ് വായിക്കുമ്പോൾ ആ ശബ്ദം പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ കൃപയാണ് പുറപ്പെടുന്നത്. നീ വചനം പ്രസംഗിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ വചനത്തിൽ പുറപ്പെടുന്ന ഹല്ലേലൂയ ശബ്ദത്തിലൂടെ, ഹല്ലേലൂയ, ജീവനാണ് പ്രവഹിക്കുന്നത്. ജീവനാണ് പ്രവഹിക്കേണ്ടത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ആ ജീവന്റെ പകർച്ചയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. നിന്റെ അകത്ത് ജീവൻ പകർന്നു, ഇനി അത് നിന്നിൽ നിന്ന് പകരണം. യേശു പറഞ്ഞിങ്ങനെ, ഇപ്പം ദാഹിക്കുന്ന എൻ്റെ അടുത്ത് കുടിച്ചോ, നാളെ നിന്നിൽ നിന്ന് കുടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ അടുത്ത് കുടിച്ചോ, നാളെ നിന്നിൽ നിന്ന് കുടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എല്ലാവരും ദിവസം എഴുന്നേറ്റേ, വേഗത്തിൽ എഴുന്നേറ്റ് നിന്നേ. ഹൗഡമാന മാനശം റീഗമാന ഹസ്തദ ഒരു വലിയ ദൈവിക പദ്ധതി ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ദൈവ മഹത്വം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ജനത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഈ ജനത്തെ കേന്ദ്രീകരിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ഈ കൂട്ടത്തെ, ഈ കൂട്ടായ്മയെ, ഈ സഭയെ, ഈ പ്രവർത്തനങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. പാപത്തിൽ മരിച്ചു കിടക്കുന്ന അനേകരെ, പാപത്തിനടിമകളായി, സാത്താൻ അടിമകളായി, പാപജീവിതം നയിച്ച് ഹല്ലേലൂയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ, ഹല്ലേലൂയ മരണത്തിൽ
ലോകത്തിന്റെ അധികാരിയായ പിശാചിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ച് ജീവന്റെ ഉറവയായ ജീവന്റെ അപ്പമായ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിപ്പാൻ അത്യുന്നതനായ ദൈവം അവന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുകയാ. എത്ര പേർ ആരാധിക്കും? എത്ര പേർ ആരാധിക്കും? എത്ര പേർ അന്യഭാഷ പറയും? നിന്റെ മേൽ പകർന്നിരിക്കുന്ന ജീവന്റെ തെളിവാണ് ഈ അഭിഷേകം. ഈ ജീവൻ നിന്നിൽ വ്യാപരിക്കുന്ന തെളിവാണ് ഈ അഭിഷേകം. ആരും മൗനമായിരിക്കരുത്. പിതാവ് ആകർഷിച്ചിട്ട് പുത്രനിലേക്ക് വന്നവരാണ് നാം. പിതാവ് ആകർഷിച്ചിട്ട് പുത്രനിലേക്ക് വന്നവരാണ് നാം. നാം സാധാരണക്കാരല്ല. നാം സാധാരണക്കാരല്ല. നാം സാധാരണ മനുഷ്യരല്ല. ജ്വലിക്കാവുന്നിടത്തോളം അഭിഷേകം ജ്വലിക്കട്ടെ. യെസ്, വലിയ ദാഹത്തോടെ നൃത്തത്തോടെ എല്ലാ പരിമിതികളെ ഭേദിച്ച് പരിശുദ്ധാത്മ വ്യാപാരം. ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകുന്നു. ചിലരുടെ മേൽ പുതുശക്തി പകരപ്പെടുന്നു. നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയാത്ത ദൈവശക്തിയാൽ ഈ ജീവനാണ് നിന്റെ പദവി. ഈ ജീവനാണ് നിന്റെ നന്മ. ഈ ജീവനാണ് നിന്റെ മാന്യത. Tira para
നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാൻ അതരം തുറന്നൊന്ന കാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അതരം തുറന്നൊന്ന പാടി വാഴ്ത്താം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അതരം തുറന്നൊന്ന പാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? യേശുവേ 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 യേശുവേ. ഉയിരേ ഉയിരേ അഴകേ അന്നമ്പേ. ഉയിരേ ഉയിരേ അഴകേ അന്നമ്പേ. നമ്മുടെ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നാവിൽ നിന്നൊരു ശബ്ദം പുറത്തു വരാതെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ഇന്നു മുതൽ നിന്റെ കൃതി, നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇത് നിനക്ക് വേണ്ടിയുള്ളതല്ല, ഇത് രാജാവിന് വേണ്ടിയുള്ളതായി മാറുകയാണ്. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ജനത്തെ നോക്കി പ്രവചിക്കാൻ സ്വർഗം എന്നോട് പറയുന്നു, ഈ നിൽക്കുന്ന ജനമെല്ലാം ജീവന്റെ അരുവികളായി മാറും. ഒരു സൈന്യമായി കർത്താവിനോട് നിൽപ്പാൻ, സാധാന്യ മണ്ഡലങ്ങൾക്കെതിരെ ഒരു സൈന്യമായി നിൽപ്പാൻ
അങ്ങേ മറക്കാൻ കഴിയുമോ? ആഴമായ യേശുവിനെ സ്നേഹിക്കുക. അങ്ങേ പിരിയാൻ കഴിയുമോ? പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പേ ജനത്തെ അങ്ങ് കണ്ടു. കർത്താവ്, ഇത്ര വലിയ ഭാഗ്യം, ഇത്ര വലിയ പദവി ഞങ്ങൾക്ക് തരാൻ അങ്ങയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ വകയാക്കി തീർത്ത് ആ നിത്യപരദീസയിൽ, ആ മനോഹര തീരത്തിൽ പ്രിയന്റെ മാറിൽ ചായുവാൻ, അവനോട് സദൃശ്യന്മാരാകുവാൻ ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങളിലൂടെ, ഞങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിലൂടെ അങ്ങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്വർഗീയ പദ്ധതികൾക്കും ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടമാണ് ഞങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവന്നത്. അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഞങ്ങളുടെ പദ്ധതികളെ നിവർത്തിച്ച് അങ്ങേക്ക് വേണ്ടിയായി തീരാൻ ഞങ്ങളുടെ ജീവിതം ഒരു നേർച്ചയായി സമർപ്പിക്കുന്നു. മഹത്വം യേശുവിന്.